സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഹാപ്പി ബത്തേരി പ്രോഗ്രാമിന്റെ ഭാഗമായി ഐശ്വര്യ സിനിമാ കോംപ്ലക്സുമായി സഹകരിച്ചാണ് നഗരസഭ വയോജനങ്ങൾക്കായി പുതുവർഷ പുലരിയിൽ പ്രത്യേക സിനിമാ പ്രദർശനം ഒരുക്കിയത്. 2 തവണയായി നടത്തിയ സിനിമാ പ്രദർശനം കാണാൻ 200ഓളം വയോജനങ്ങളാണ് തിയേറ്ററിൽ എത്തിയത്. വയനാട്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത നോണ സിനിമയാണ് വയോജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത്. വർഷങ്ങൾക്കിപ്പുറം സിനിമ കാണാനെത്തിയവരും ആദ്യമായി വരുന്നവരെല്ലാം ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. വയോജനങ്ങളെ എല്ലാ സന്തോഷത്തിലേക്കും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതെന്ന് സിനിമാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് പറഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 25% 60 വയസ്സ് കഴിഞ്ഞവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ ആരെയും അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരെ കൂടെ പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങളുടെ തുടക്കം. നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഹാപ്പി ബത്തേരിയുടെ ഭാഗമായി ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിനിമാ പ്രദർശനം നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ സിനിമാ പ്രദർശനം നടത്താൻ വേണ്ടി ഞങ്ങൾ ബത്തേരിയിലെ തിയേറ്ററിൽ തന്നെ ഒരു വയനാട്ടിൽ തന്നെ ചിത്രീകരിച്ച ഒരു സിനിമ ആവണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു സിനിമയാണ് നമുക്ക് കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐശ്വര്യ സിനിപ്ലക്സിൻ്റെ കുടുംബവും അത് പ്രത്യേകിച്ച് ഐസേട്ടനും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ നമുക്ക് വളരെയധികം പിന്തുണയും സഹായം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രായമായവരെയും എല്ലാവരെയും ഒരേപോലെ കാണുക, അവരെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒന്നുമല്ല, നഗരസഭയുടെ കാഴ്ചപ്പാട്, വിഷൻ, അതാണ് ഞങ്ങളിതിൽ മുന്നോട്ട് വെക്കുന്നത്. അവരെ ചേർത്ത് നിർത്തപ്പെടുക എന്നുള്ളത്. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.